ഹലോ നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാർസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുടവ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള. അശോകൻ മറയൂർ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടില്ല എന്നാൽ വളരെ മീനിങ് ആയിട്ടുള്ള ഒരു കവിതയാണ് പുടവ. നമുക്ക് പുടവ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, പുടവ എന്നൊക്കെ നമ്മൾ പുടവ എന്നൊരു കൊളോക്കിയലായിട്ട് പറയുകയാണ്. പുടവ എന്ന് നമ്മൾ പറയില്ലേ, സാരി പുടവ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് പുടവ എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അശോകൻ മറയൂറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രൈബൽ ഡയലക്റ്റിൽ അവരുടെ ഗോത്ര ഭാഷയായിട്ടുള്ള മുതുവൻ എന്ന് പറയുന്ന ഭാഷയിലാണ് അദ്ദേഹം കവിതകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് പേരൊന്നും അങ്ങനെ ട്രൈബൽ ലാംഗ്വേജിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ കുറച്ച് പേരിൽ ഒരാളാണ് നമ്മുടെ അശോകൻ മറയൂർ എന്നുള്ളത്. അതേപോലെ അദ്ദേഹത്തിന് 2018 കേരള സാഹിത്യ അക്കാദമി കനകശ്രീ അവാർഡ് ഫോർ പോയട്രി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതകളെന്ന് പറയുന്നത് സാമൂഹികമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഇഷ്യൂകൾ, ഇത്തരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സാമൂഹികപരമായിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വരച്ച് കാണിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. പുടവ means the sari is a sketch of tribal womanhood and the life that they lead, laced with the tolerance, suffering and her close connection with the nature. സ്ത്രീകൾ, ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ സഫർ ചെയ്യുന്ന, അവർ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, എത്രത്തോളം അവർ സഫർ ചെയ്യുന്ന, അതേപോലെ തന്നെ അവരുടെ പ്രകൃതിയുമായുള്ള കണക്ഷനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പുടവ എന്ന് പറയുന്ന കവിതയിലൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഹിയർ സാരി ഇസ് എ മെറ്റഫോർ ഫോർ ഹർ ഐഡന്റിറ്റി ദാറ്റ് റിലൈസ് ഓൺ ദ മൾട്ടിപ്പിൾ ഒപ്രഷൻ. ഇവിടെ സാരി എന്നതൊരു മെറ്റഫറാണ്, അത് കമ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നത്? ഹെർ ഐഡൻറ്റിറ്റി, അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി, ആ ഒരു സ്ത്രീയുടെ സ്വന്തം ഐഡൻറ്റിറ്റിയാണ് ഇവിടെ പുടവ എന്ന് പറയുന്ന വേർഡിൽ കൂടെ അവർ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ആ ഒരു വ്യക്തി എന്തൊക്കെ തരത്തിലും ഒരുപാട് തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒപ്രഷൻസ് സഹിച്ച് അതിനേക്കും ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്ത്രീ, അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമുക്ക് ഈ പുടവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു പുടവ ജസ്റ്റ് ഒരു വർഷത്തിൽ അവർക്കൊരു സാരിയാണ് കിട്ടുന്നത്, പൊങ്കൽ പ്രമാണിച്ചൊരു സാരിയാണ് അവർക്ക് സ്വന്തമായിട്ട് കിട്ടുന്നത്. ആ ഒരു സാരിയാണ് അവർക്ക് ആ ഒരു വർഷം ത്രൂ ഔട്ട് ആയിട്ടുള്ള അവരുടെ ആഭരണവും അവരുടെ സ്വത്തും സമാധാനവും ഒക്കെ അവർ സാരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പർപ്പസുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സെയിം സാരി അവർ ക്ലോത്ത് ആയിട്ട് വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് തന്നെ വിരിച്ചിട്ട് അവർ ബെഡായിട്ട് അവർ ഉപയോഗിച്ച് അതിൽ കിടക്കുന്നുണ്ട്. പിന്നെ അത് തന്നെ അവരുടെ കുട്ടികൾക്കുള്ള തൊട്ടിലാക്കി മാറ്റുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല എന്തെങ്കിലും കാര്യമായിട്ട് സെക്ഷുവലായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസുകൾ, പീഡനങ്ങൾ, വിഷമങ്ങൾ നേരിടേണ്ട സമയത്ത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോൾ അത് തന്നെ ഒരു കുരുക്കാക്കിയിട്ട് അവർ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അതിപ്പോൾ ഒരു ആഭരണമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എത്രത്തോളം വോണായിട്ട് എത്രത്തോളം കീറി പറഞ്ഞ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്ത് ആ ഒരു വർഷം മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ എല്ലാ പർപ്പസിനും അവർ ഉപയോഗിക്കുന്ന അത്രയും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് ആ ഒരു പുടവ. അല്ലെങ്കിൽ അതിലുപരി അവർക്കൊന്നും കിട്ടാനില്ല എന്നാട്ടോ ഉദ്ദേശിക്കണം. അതിലുപരി വേറൊന്നും അവർക്ക് ആ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു വർഷം അവർക്ക് കിട്ടുന്നില്ല. അവർ കിട്ടുന്ന ആ ഒരു പുടവ വെച്ചിട്ടാണ് അവരുടെ എല്ലാ പർപ്പസുകളും ചെയ്യുന്നത് എന്നാണ് ഈ ഒരു കവിതയെ കൊണ്ട്. അപ്പോൾ ഒരു ട്രൈബൽ വുമണിൻ്റെ അല്ലെങ്കിൽ ആ ട്രൈബൽ ആയിട്ടുള്ള വിമനിൻ്റെ എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ അവർ സഫർ ചെയ്യുന്ന എത്രത്തോളം ആഴത്തിലുള്ള വേദനകളാണ് എന്ന് കാണിച്ചു തരാനാണ് ഈ ഒരു ചെറിയ കവിത കൊണ്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോവാം. ഓൺലി വൺ സാരി വെൻ ഇറ്റ്സ് പൊങ്കൽ. ഒരൊറ്റ സാരി ഉള്ളൂ, ആ ഒരു പൊങ്കൽ സമയമാകുമ്പോഴേക്കും ആകെ ഒരൊറ്റ സാരിയാണ് അവർക്ക് ആ ഒരു വർഷം കിട്ടുന്നുള്ളൂ. വൺ ആൻഡ് വാഷ് ആൻഡ് ടൈഡ്. ഞാൻ ഒരു സാരീനെ എങ്ങനെ റീയൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരെൻ്റെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്, അതന്നെ ടൈ ചെയ്യുന്നുണ്ട്, പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് കെട്ടാനും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ദ അതർ എൻഡ് വാഷ്ഡ് ആൻഡ് സ്ട്രെച്ച്ഡ്. അതേ എൻഡ് അതേപോലെ തന്നെ മറ്റേ തല അവരെന്ത് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്, സ്ട്രെച്ച് ചെയ്ത് വിരിച്ചിടുക എന്ന് പറയില്ല, പരത്തി വയ്ക്കുക എന്ന് പറയില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. വിത്ത് ദിസ് സാരി ഐ ക്യാച്ച് ഫിഷ് ആൻഡ് ക്രാബ്. ഈ ഒരേ സാരി കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, മീനിനെ പിടിക്കുക, ഞണ്ടിനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് ഭക്ഷണത്തിനുള്ള മാർഗ്ഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും അവർ ഉപയോഗിക്കുന്ന അവരൊറ്റ സാരി തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ടക്കിങ് ദ child on my back, plucking spinach along with the stem to the saree. അതേപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ കുട്ടീനെ ടക്ക് ചെയ്യുന്നത് അവരുടെ ബാക്കിൽ ഇങ്ങനെ കെട്ടിവെക്കാൻ, കുഞ്ഞുങ്ങളെ തന്നെ ബാക്കിൽ കെട്ടിവെച്ച് ജോലിക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടും അവരെന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതേ സാരി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സ്പിനാച്ച് പോലത്തെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ലീവ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ പല സംഭവങ്ങൾ, ഭക്ഷണത്തിന് ഉള്ള പല സംഭവങ്ങളൊക്കെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പറിച്ചിട്ട് ആ ഒരു സാരിയിൽ തന്നെ ഒരു ബാസ്ക്കറ്റായിട്ട് സാരിന് ഉപയോഗിച്ച് അതിലാണ് അവർ കളക്ട് ചെയ്യുന്നത്. ദാറ്റ് ഐ ഹാവ് വോൺ അബൌട്ട് മൈ വേസ്റ്റ്. എന്നിട്ട് ആ സെയിം സാരി തന്നെയാണ് അവരുടെ അരയ്ക്ക് ചുറ്റും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഒരു തുമ്പത്താണ് ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും അവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കാരണം മാറ്റി കൊടുക്കാനും ഈ ഒരു സാരി തന്നെയാണുള്ളത്, അതേ സാരി തന്നെയാണ് പല പർപ്പസുകൾക്കും അവർ ഉപയോഗിക്കുന്നത്. വൺ കോർണർ ടു സ്ലീപ്പ് ഓൺ. അതിൻ്റെ തന്നെ ഒരു കോർണറിൽ അവരെന്ത് ചെയ്യുന്നു, സ്ലീപ്പ് ചെയ്യുന്നു, അതിൽ കിടന്നുറങ്ങുന്നുണ്ട്. ദ അതർ കോർണർ ആസ് ബ്ലാങ്കറ്റ്. അതേ സാരിയുടെ തന്നെ മറ്റേ കോർണർ അവർ എന്ത് ചെയ്യുന്നു, പുതപ്പായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആ ഒരു അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ.
അവർക്ക് ഉറങ്ങാനും അത് തന്നെയാണ്, പുതയ്ക്കാനും ആ സാരി തന്നെയാണ്. ഈവൻ ഇറ്റ് ഗെറ്റ്സ് ടോൺ ബൈ 1000 തോൺസ്, ഈവൻ ഇറ്റ് ഇസ് വോൺ ഔട്ട് ബൈ കോൺസ്റ്റൻറ്റ് വാഷിംഗ്. ഇതിപ്പോൾ ചിലപ്പോൾ ഒരുപാട് ടോൺ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ മുഷിഞ്ഞ് കീറി പിഞ്ഞു പോകാമെന്ന് പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ടാവും. കാരണം ബൈ 1000 തോൺസ്, ഒരുപാട് മുള്ളുകൾ കുറയിട്ട്, മുള്ളുകൾ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് മുഷിഞ്ഞ് പിഞ്ഞ് പോയിട്ടുണ്ടാവും. ഇവിടെ മുള്ളുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് ഡയറക്റ്റ് മീനിങ്ങിൽ നമുക്ക് എടുക്കാം. തലക്കാട്ടിലും വീട്ടിലൊക്കെ പോയി വിറകിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുമല്ലോ അവർ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കീറിപ്പോയി എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു മുള്ള് എന്നുള്ള മീനിങ് അവരുടെ സഫറിങ് ആണ്, അവർ അനുഭവിക്കുന്ന ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻസ് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ലൈഫ് മൊത്തത്തിൽ ടോൺ ആയി പോയിട്ടുണ്ട്. ഈവൻ ഇറ്റ് ഈസ് വോൺ ഔട്ട് ബൈ കോൺസ്റ്റൻറ്റ് വാഷിംഗ്, എപ്പോഴും കഴുകി കാരണം അവർക്ക് മാറ്റി കൊടുക്കാൻ വേറെ ഇത് കഴുകി ഉണക്കിയിട്ട് മേ ബി ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടാവുമായിരിക്കും കഴിഞ്ഞ വർഷത്തെങ്ങാനും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഇത് കഴുകിയിട്ട് എന്താണ് മൊത്തത്തിൽ വോൺ ഔട്ട് ആയിട്ടുണ്ട്, കീറി പറഞ്ഞു പോയിട്ടുണ്ട്. ഈവൻ ഇഫ് ഐ വെയർ ഇറ്റ് ഡെസ്പൈറ്റ് മെനി സ്റ്റിച്ചസ്, അതിലൊരുപാട് സ്റ്റിച്ചുകൾ ഉണ്ടാവും, കീറിപ്പോയതുകൊണ്ട് വീണ്ടും കൂട്ടി തുന്നിയിട്ട് ഒരുപാട് സ്റ്റിച്ചുകൾ ഉണ്ടാവും, എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് ധരിക്കുന്നത്. വിത്ത് ദ സെയിം സാരി ഐ ഹാങ് മൈസെൽഫ് ഔട്ട് ഓഫ് ഷെയിം, എപ്പോഴെങ്കിലും എനിക്ക് അപമാനഭാരം വരുന്ന സമയത്ത്, എനിക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അതേ സാരി കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, എന്നെ തന്നെ സ്വയം ഹാങ് ചെയ്യാറുണ്ട്, സ്വയം സൂയിസൈഡ് ചെയ്യാൻ ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിത്ത് ദ സെയിം സാരി ഐ ഹാങ് മൈസെൽഫ്, ആ സെയിം സാരി കൊണ്ട് തന്നെ അത്രയും ദിവസം ഞാൻ എൻ്റെ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അതേ സാരി കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫ് ഇല്ലാണ്ടാക്കുകയും ചെയ്യും. ഷൂയിങ് ദ ബേർഡ്സ് എവേ, ഷൂയിങ് ദ എലഫൻസ് എവേ, ഷൂയിങ് ദ വൈൽഡ് ബുഫാലോസ് എവേ. അപ്പോൾ ഷൂയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സാരിയുടെ തുമ്പെടുത്തിട്ട് നമ്മൾ ഷു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കില്ലേ, മൃഗങ്ങളെയൊക്കെ ഓടിക്കില്ല, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ബേർഡ്സിനെ ആയിക്കോട്ടെ, എലഫൻസിനെ ആയിക്കോട്ടെ, ബുഫാലോസിനെ ആയിക്കോട്ടെ, അതിനെയൊക്കെ ഓടിക്കാനും ഞാൻ എന്ത് തന്നെ ഉപയോഗിക്കുന്നത്, എൻ്റെ ഈ സാരി തുമ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദ സെയിം സാരി ഹാസ് ഗോഡ് അറ്റ് ദ ഫോറസ്റ്റ് ആസ് വി ഫാം ആൻഡ് മൈ ഹസ്ബൻഡ് ഹൂ ഫാംസ്. ഇവിടെ കൃഷി ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിനെയും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോറസ്റ്റിനെയും ഒക്കെ ഗാർഡ് ചെയ്യുന്ന, സംരക്ഷിക്കുന്നതെന്ന് തന്നെയാണ് ആ ഒരു സാരി തന്നെയാണ്. അത് ആ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഓൺലി വൺ സാരി വെൻ ഇറ്റ്സ് പൊങ്കൽ, ആ ഒരൊറ്റ സാരിയുള്ള ആ ഒരു സാരി വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ആ ഒരു സാരി ആ സ്ത്രീയുടെ എന്തൊക്കെയാണ്, റെപ്യൂട്ടേഷനാണ്, ആത്മാഭിമാനമാണ്, അതേപോലെ തന്നെ അവളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതേപോലെ തന്നെ അവളുടെ ഐഡൻറ്റിറ്റിയാണ്, എല്ലാം ആ ഒരു സാരിയാണ്. തുടക്കവും ഒടുക്കവും ആ ഒരു കഷ്ണം തുണിയിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ.